മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് നല്ലൊരു എല്ല് കറി വെക്കാം. എന്തെല്ലാം അറിയണ്ടേ? പോത്തിൻ്റെയൊക്കെ കാലും കയ്യും. ഇത് കാലുവേദനയ്ക്ക്, മുട്ടുവേദനയ്ക്ക്, നട്ടല് വേദനയ്ക്ക് എല്ലാം നമ്മൾ സൂപ്പൊക്കെ വെച്ച് കറിയൊക്കെ വെച്ചൊക്കെ കഴിക്കാം. അതുകൊണ്ട കാലിൻ്റെ മുട്ടുവേദനയ്ക്കുള്ളത്. ഇത് നമുക്കെല്ലാം കൂടെ ഒന്ന് കറി വെക്കാം. എങ്ങനെ വെക്കുന്നതെന്ന് അറിയാമോ? ഇത് ആദ്യം വേവിക്കാം, കുറച്ച് നേരം ഇട്ടങ്ങ് വേവിച്ചിട്ട് നമ്മൾ ഇറച്ചി വെക്കുന്നോണം മസാലയെല്ലാം ചേർത്തിട്ട് വെക്കുക. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ശോശാമ്മ കിച്ചൺ അല്ലെ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. കാലിൻ്റെ കാലും നമുക്ക് കറി വെക്കാം. അതൊരു വൈദ്യന് പറഞ്ഞു തന്നതാണ്. കാലുവേദനയ്ക്ക് നല്ലതാണ്. കാലിൻ്റെ മുട്ടൊക്കെ അതിൻ്റെ കാലൊക്കെ ഇട്ട് ഇതുപോലെ വേവിച്ച് സൂപ്പ് പോലെ ഉരുകി അതിൻ്റെ ഉള്ളിലൊരു ദ്രാവകമുണ്ട്. അതാണ് നമ്മുടെ കാലുവേദനയ്ക്കൊക്കെ ഏറ്റവും നല്ലത്. ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് എടുക്കാം. കണ്ടോ, ഇതിൻ്റെ ഉള്ളിലുണ്ടൊരു കണ്ടോ മഞ്ഞ പോലെ, അതാണ് നമ്മുടെ കാലുവേദനയ്ക്ക് ഉപയോഗിക്കുന്നത്. ഇത് തല്ലി പൊട്ടിച്ചാൽ അതിൻ്റെ എല്ലിങ്ങനെ പൊടിഞ്ഞ് വരൂലേ, അതുകൊണ്ടാണ് മുഴുവനെ ഇട്ടത്. നടുകെ മുറിച്ചിട്ടിട്ട് കറി വെച്ചതാണ്. കുറച്ച് നേരം വേണം കേട്ടോ, വേവണമെങ്കിൽ കുറച്ച് നേരം കിടന്ന് വെന്തെങ്കിലേ അതിൻ്റെ മഗ്നിയൊക്കെ ഇളകി വരത്തുള്ളൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ശോശാമ്മ കിച്ചൺ കാലുവേദനയ്ക്കൊക്കെ നല്ലതാണ്. കണ്ടോ, അതിൻ്റെ ഉള്ളിൽ മഗ്നിയുണ്ട്. ഒക്കെ നമുക്ക് കറി വെച്ച് കൂട്ടാം. കാലിൻ്റെ കണ്ടോ, ഇത് മുട്ടുവേദനയ്ക്കുള്ളത്, ഇത് കാലുവേദനയ്ക്കുള്ളത്. കാലിൻ്റെ എല്ലൊക്കെ അതിനകത്ത് ഒരു മഗ്ന പോലുള്ള ഇതുണ്ട്, അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് ഇത് എടുക്കാൻ പറ്റൂലല്ലോ. നമുക്കങ്ങനെ കറി വെച്ച് എടുക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ശോശാമ്മ കിച്ചൺ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ.